ഹലോ. അപ്പോൾ നമ്മൾ നമ്മുടെ പാലക്കാട് കല്യാണത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കല്യാണത്തിന് വന്നപ്പോൾ ഇവിടെ അടിപൊളി എന്താ പറയുക, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, ആ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. അതൊക്കെ കാണുന്നുണ്ടല്ലേ ഫുള്ളും. ഇപ്പം ഫുള്ളും എന്താ പറയുക, ഭയങ്കര ഇതും കാര്യമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ളും വൈബ് ആയിരിക്കണ്ടല്ലേ, കാണുന്ന മല നല്ല വൈബ് പിടിച്ച സ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, ഉപ്പുണ്ട്, ഉമ്മ ഉണ്ട്, പിന്നെ കുഞ്ഞുമുണ്ട്, ഇക്കുണ്ട് ഇവിടെ. ഈ കാണുന്നില്ലേ ഇതൊക്കെ മറ്റേടാ പനനൊങ്ങല്ലേ, പ്രകൃതി രമണീയമായ സ്ഥലം. ആ, അപ്പോൾ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പിന്നെ നോക്കിയതാണ്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പനനൊങ്ങ് എന്ന് പറയുന്നില്ലേ. നമ്മുടെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടുന്ന പനനൊങ്ങ്, കടല് റോഡിന്റെ സൈഡിലൊക്കെ വെച്ച് വിൽക്കുന്ന സാധനമല്ലേ, ആ സാധനം ഇഷ്ടം പോലെ ആയിട്ടുള്ളത്. പക്ഷെ കയറി പൊട്ടിക്കാനാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് പൊട്ടിക്കാം. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ആർക്ക് അല്ലേ, ഒക്കെ ഫ്രീ അല്ലേ, ആർക്ക് വേണേൽ പൊട്ടിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആർക്ക് വേണേൽ പൊട്ടിക്കാം, യാതൊരു പ്രശ്നമില്ല. പക്ഷെ പൊട്ടിക്കാൻ ഒരാളെ വിട്ടിട്ട് വേണം പൊട്ടിക്കാനും പിടിക്കാനും ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത്യാവശ്യം കളക്ഷനും കാര്യമൊക്കെ ഉണ്ട് ഇവിടെ. അണക്കെട്ടിന് ഈ വാണയില് വെള്ളം നിറയുമ്പോ ഇതിലൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും അല്ലേ. ഇപ്രാവശ്യം വേനൽക്കാലല്ലേ, അതുകൊണ്ട് വെള്ളം ഇല്ല. അണക്കെട്ടാണ് ഇത് സത്യം പറഞ്ഞ. അതെ, വെള്ളമൊക്കെ വറ്റി. അവിടെ നോക്കിയാണ്ടാവും ഉണ്ടല്ലേ. എന്താണ് കേട്ടാ അണക്കെട്ട് അല്ലേ. ഇതില് ഫുള്ള് വെള്ളാവൂല്ലേ അല്ലേ. ഇതില് 4 പടിയൊക്കെ വരെ നമ്മള് വെള്ളമായിരിക്കും. 4 പടി 5 പടിയൊക്കെ ഇത്രയ്ക്ക് ഉണ്ടാവും വെള്ളം. കണ്ടില്ലേ എത്ര കുഴിയാ. 4 പടി വരെ നമ്മൾ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. ആ അതല്ലേ കണ്ടില്ലേ സാധനം, കണ്ടില്ലേ ഇതൊക്കെ വന്നിട്ടില്ലേ. ഇതാണ് സാധനം കേട്ടാ ഫുള്ളും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമ്മളൊന്ന് ഒരു വീഡിയോ പോലെ എടുക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ അല്ലേ. ഇതില് വെള്ളം നിറഞ്ഞിട്ടില്ലേ, ഇതില് വെള്ളം നിറഞ്ഞിട്ട് അതിന് കവിഞ്ഞു ഒഴുകും ആ സൈഡില്ലേ. ഈ ഷട്ടറൊക്കെ തുറക്കും, പഴയ ഒരു ഓർമ്മകള്. അപ്പോ രസമുണ്ടാകണ ഈ ഭാഗത്ത് ഓക്കെ അല്ലേ. പക്ഷെ ഇതിപ്പോ ഏകദേശം ഇപ്പൊ സമയം കണ്ടില്ലേ, ഇപ്പൊ ഏകദേശം സമയം കണ്ടില്ലേ ഞങ്ങള് 6:50 കേട്ടാ. 6:50 എന്ന് പറയുമ്പോ ആളുള്ളൊരു എന്താ പറയാ ക്ലൈമറ്റ് കണ്ടില്ലേ. കുറച്ചുകൂടി വൈകിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇതാണ് സ്ഥലം. ശരി കാണതേ, ഈ ഭാഗം ഫുള്ള് വെള്ളമായിരിക്കും. എന്നിട്ട് അവസാനം ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം ഒലിച്ചിട്ട് പോയിട്ട് ഇവിടെ നിന്ന് അറിയില്ല. അപ്പൊ ഇവിടെ നിറയും. പക്ഷെ ഈ വെള്ളം പറ്റൊന്നുമില്ല അല്ലേ, ഈ വെള്ളം പറ്റൂല. എന്നിട്ട് ഇതിന്ന് ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കാനും പഠിക്കാനൊക്കെ ചെയ്യും കേട്ടാ. ഇത് പാറയാണ് കണ്ടില്ലേ, ഫുള്ള് പാറയാ കേട്ടാ. പിന്നെ അങ്ങോട്ടൊക്കെ പിന്നെ വെള്ളങ്ങളൊക്കെ ഫുള്ള് ഒഴുകി അതിലോട്ട് അങ്ങനെ പോകും. അപ്പോൾ അല്ലേ ഇതാണ് പറഞ്ഞ ഇവിടെ സ്ഥലം കണ്ട. ഇതിൽ ഫുള്ളും വെള്ളമായിരിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഇവരെന്ത് ചെയ്യും, ഈ ഷട്ടർ ഏതാണോ നോക്കിയിട്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി വെള്ളം ഫുള്ള് ഫോഴ്സായി പോയിട്ട് അതിലെവിടെയൊക്കെ പോകും. നമ്മുടെ നോർമൽ വലിയ വലിയ ഡാമൊക്കെ ഇല്ലേ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരും അല്ലേ. ആ ചുള്ളിയർ ഡാം, മീങ്കര ഡാം, ഇവിടെ കുറെ ഡാമുകളുണ്ടല്ലോ. ഡാമുകളൊക്കെ ഒരു ഭയങ്കര ഒരു വൈബ് പിടിച്ച സ്ഥലമാണ്. പക്ഷെ അത് ഇപ്പോഴല്ല കേട്ടാ, ഒരു മഴക്കാലത്തൊക്കെ അല്ലേ, മഴക്കാലത്തൊക്കെ ഒന്നും കൂടിയും അടിപൊളിയായിരിക്കും ഈ സ്ഥലമൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് വന്നപ്പോൾ ചുമ്മാ വന്നപ്പോൾ വീഡിയോ എടുക്കണം തോന്നിയപ്പോൾ വീഡിയോ എടുക്കാൻ കേട്ടോ. എത്രത്തോളം സംസാരം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ.